ഞാനൊരു സംഭവകഥ പറയാം. ആരുടെയും ഹൃദയത്തിൽ കയ്പൊന്നും ഉണ്ടാകല്ലേ. ഒരിക്കല് ഒരു വീട്ടിൽ ഒരു ഫ്യൂണറൽ സർവീസ് നടക്കുകയാണ്. ആ ഫ്യൂണറൽ സർവീസ് ആരുടെയാണെന്നറിയാമോ? ഒരു പള്ളിയിലെ വികാരിയുടെ ഒരു അച്ഛന്റെ കുഞ്ഞാണ് മരിച്ചു കിടക്കുന്നത്. അപ്പോൾ ഈ അച്ഛന്റെ മകന്റെ ചെറുപ്പമാണ്, ഈ മോൻ വളരെ ചെറുപ്പമാണ്, യൗവനക്കാരനാണ്, അല്ലെങ്കിൽ ബാല്യക്കാരനാണ്. ഈ കുഞ്ഞിന്റെ 12 മണിക്കാണ് ഡെഡ് ബോഡി എടുക്കണമെന്നാണ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. 12 മണി കഴിഞ്ഞിട്ട് ഈ ഡെഡ് ബോഡി എടുക്കാൻ ചെന്നപ്പോൾ ഇവന്റെ പിതാവായിരിക്കുന്ന പള്ളിയിലച്ഛൻ പറഞ്ഞ് ഇപ്പൊ ഇച്ചിരൂടെ കഴിയട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും പറഞ്ഞു സമയം ഒത്തിരി പോകുന്നു, മഴയൊക്കെ വരുന്നുണ്ട്, നമുക്കിത് തീർക്കണ്ടയോ? അപ്പോഴും ഈ പിതാവായിരിക്കുന്ന ഈ പള്ളിയിലച്ഛൻ പറയുകയാണ് അല്പം കൂടെ കഴിഞ്ഞിട്ട് എടുത്താൽ മതിയെന്ന്. അങ്ങനെ കുറെ നേരം കഴിഞ്ഞപ്പോൾ ഈ പിതാവായിരിക്കുന്ന പള്ളിയിലച്ഛന് ഈ മകന്റെ ശവസംസ്കാരത്തിന് ഇവന്റെ ഡെഡ് ബോഡി വീട്ടിൽ നിന്ന് മാറ്റുവാൻ സമ്മതിക്കുന്നില്ല. അപ്പോൾ അവരുടെ തിരുമേനി വന്നിട്ട് പറഞ്ഞു, അച്ഛാ, ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. നിങ്ങൾ അനേക വീടുകളിൽ പോയിട്ട് ശവമടക്ക് നടത്തിയിട്ടുള്ളവരാണ്. കൃത്യസമയത്ത് ഡെഡ് ബോഡി എടുത്തില്ലെങ്കിൽ നിങ്ങൾ ശാസിക്കുന്നത് ഞാൻ കേട്ടിട്ടുള്ളതാണ്. വേഗം വേണം എന്ന് പറഞ്ഞ് മറ്റുള്ളവരുടെ ശവസംസ്കാരം ശുശ്രൂഷ ചെയ്യുവാൻ നീ ഒത്തിരി ഉത്സാഹിച്ചവനല്ലേ? അപ്പോൾ ഈ അച്ഛൻ തിരുമേനിയോട് പറയുകയാണ്, നേരിട്ട് പറഞ്ഞതാണ്, തിരുമേനിക്ക് ഭാര്യയുമില്ല, മക്കളുമില്ല, തിരുമേനിക്ക് അത് പറയാം, ഇതെന്റെ മകനാ മരിച്ചു കിടക്കുന്നതെന്ന്. അപ്പോൾ അനേക പേരുടെ ശവസംസ്കാരം ഒരു കരുണയും കൂടാതെ അടക്കിയ ഈ അച്ഛന് ഈ തിരുമേനിയോട് പറയുകയാണ്, തിരുമേനിക്ക് അതൊക്കെ പറയാം, തിരുമേനിക്ക് ഭാര്യയുമില്ല, മക്കളുമില്ല, പക്ഷേ ഈ മരിച്ചു കിടക്കുന്നത് എന്റെ മകനാണ്, അല്പം കൂടെ കഴിച്ചിട്ട് എടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ മാത്യു എന്ന് പറയുന്ന ഒരു അപ്പച്ചന്, മാത്യു എന്നാണ് തോന്നുന്നു, അദ്ദേഹം എഴുന്നേറ്റിട്ട് വന്നിട്ട് ഈ അച്ഛനോട് പറഞ്ഞു, അതെ, ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. എനിക്കും ഒരു മകൻ ഉണ്ടായിരുന്നു, ആ മകൻ മരിച്ചു പോയതാണ്. ഇത്രാം വർഷം ഇന്ന കാര്യത്തിൽ ഇന്ന രോഗം വന്നിട്ട് എന്റെ ഏക മകൻ മരിച്ചു പോയതാണ്. അവനെ ഞാനാണ് അടക്കുവാനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തത്. ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ പള്ളി വികാരിയായിരിക്കുന്ന പള്ളിയിൽ അച്ഛൻ പറഞ്ഞു, എന്നാൽ ഇനിയും എന്റെ മകന്റെ ബോഡി എടുത്തോളാൻ പറഞ്ഞു. എന്നിട്ട് തിരുമേനോട് പറഞ്ഞു, ഈ സാറ് പറഞ്ഞ ഞാൻ അംഗീകരിച്ചു, കാരണം അദ്ദേഹം ഈ വേദന അനുഭവിച്ചവനാണ്. അദ്ദേഹത്തിന്റെ മകന്റെ അടക്കം കഴിഞ്ഞ വേദന അദ്ദേഹത്തിന് തിരിച്ചറിയാവുന്നതാണ്. നിങ്ങൾക്ക് ഭാര്യയും മക്കളും ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് ഉപദേശം പറയാനേ കഴിയത്തുള്ളൂ, മറ്റുള്ളവരുടെ വേദന നിങ്ങൾക്ക് അറിയത്തില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഓരോരുത്തരുടെയും വേദനകളെ അറിയുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ, അല്ലെങ്കിൽ നമ്മളെ പോലെ കഠിനമായിരിക്കുന്ന വേദനയിൽ കൂടെ കടന്നുപോയ ഒരു വ്യക്തിക്ക് മാത്രമേ നമ്മളെ വേദന അനുഭവിക്കാൻ കഴിയത്തുള്ളൂ. നമ്മൾ അനുഭവിക്കുന്ന കഷ്ടങ്ങൾ എന്തെന്ന് തിരിച്ചറിഞ്ഞ ഒരു വ്യക്തി, അതിൽ ആശ്വാസം കൈക്കൊണ്ട ഒരു മനുഷ്യനെ ആ കഷ്ടത്തിൽ കൂടെ കടന്നു പോകുന്ന നമ്മളെ ആശ്വസിപ്പിക്കുവാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ഒരു മനുഷ്യൻ കടന്നു പോകുവാൻ കഴിയുന്ന എല്ലാ വേദനകൾ കൂടെയും എല്ലാ ദുഃഖങ്ങൾ കൂടെയും എല്ലാ അനുഭവത്തിൽ കൂടെ കടന്നുപോയ, പാപം ചെയ്യുന്നത് ഒഴികെ ബാക്കി എല്ലാ വേദനകളിൽ കൂടെ കടന്നുപോയ ഒരു വ്യക്തിയാണ് യേശുക്രിസ്തു. അവൻ സ്വർഗത്തിൽ ഇരുന്നവനും പിതാവായ ദൈവത്തിന്റെ മടിയിൽ ഇരുന്നവനും ആകാശവും ഭൂമിയും ഉളവാകുന്നതിന് മുമ്പേ ഉണ്ടായിരുന്നവനും സർവ്വഭൂമിയും അവനാൽ സൃഷ്ടിക്കപ്പെട്ടവനാണെങ്കിലും അവൻ ഒരു മനുഷ്യനായിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് തന്റെ ദരിദ്രമായിരിക്കുന്ന ഭവനത്തില് തന്റെ അമ്മയായിരിക്കുന്ന മറിയോടുകൂടിയും തന്റെ വളർത്തപ്പനായിരിക്കുന്ന യോസഫിനോടുകൂടിയും അവന്റെ അമ്മ പ്രസവിച്ച യോസെ, യൂദ, ശിമയോൻ, യാക്കോബ് എന്ന സഹോദരന്മാരെ പോറ്റി പുലർത്തിക്കൊണ്ടും അവന്റെ അമ്മ പ്രസവിച്ച രണ്ടിലധികമോ സഹോദരിമാരെയും താൻ കൂലിപ്പണി ചെയ്തുകൊണ്ട് കഠിനാധ്വാനം ചെയ്തുകൊണ്ട് കുടുംബത്തിൽ പോറ്റി പുലർത്തപ്പോൾ തന്നെ ആ കുടുംബത്തിൽ തന്റെ അമ്മ മറിയ ഒഴികെ അവന്റെ സഹോദരന്മാരും അവന്റെ ആ വളർത്തപ്പനായിരിക്കുന്ന യോസഫ് ഉൾപ്പെടെ ഈ യേശുക്രിസ്തുവിനെ നിരന്തരം പരിഹസിച്ചിരുന്നുവെന്ന് തിരുവെഴുത്ത് നമ്മൾ ശ്രദ്ധയോടെ വായിച്ചാൽ നമുക്ക് ഗ്രഹിക്കാൻ കഴിയും. അപ്പോൾ സ്വന്തം വീട്ടിൽ പോലും അവനെന്താണ്? നിന്ന് ഏറ്റ് വളർന്നവനാണ്. അപ്പോൾ തന്നെ അവൻ കൂലിപ്പണിക്കാരനാണ്. ഒരു വീട്ടിൽ അവൻ ജോലിക്ക് ചെയ്തു കഴിഞ്ഞാൽ കൂലി കൊടുക്കാത്ത മൂർഖ സ്വഭാവമുള്ള ഒരു യജമാനന്റെ മുമ്പിൽ പോലും ദൈവത്തിന്റെ മുമ്പിൽ ഒരു മനുഷ്യൻ എങ്ങനെ ശാന്തമായിട്ട് ജീവിക്കാമെന്നും പാപം ചെയ്യാതെ ജീവിക്കാമെന്നും വഴക്കുണ്ടാക്കാതെ ജീവിക്കാമെന്നും തെളിയിച്ചു. മൂർഖന്മാരായിരിക്കുന്ന യജമാന്മാർക്ക് കീഴില് അവൻ തന്റെ പിതാവായ ദൈവത്തിനെന്നവണ്ണം വേല ചെയ്തുകൊണ്ട് കിട്ടുന്ന കൂലി കൊണ്ട് ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിച്ച് ആ കുടുംബം പുലർത്തി പോന്നവനാണ്. അതുകൊണ്ടാണ് അവൻ തെരുവോരങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ അനേക കുഷ്ഠരോഗികൾ അവന്റെ അടുക്കലേക്ക് വരികയാണ്. അവൻ അവർക്ക് സൗഖ്യം കൊടുക്കുകയാണ്. ഒരു വചനം അവനെ പറ്റി ഇങ്ങനെ എഴുതിയിരിക്കുന്നു, രോഗം ശീലിച്ചവനായിട്ടിരുന്നു, അവന്റെ രോഗത്തിന്റെ വേദനകൾ അവൻ തിരിച്ചറിഞ്ഞവനാണ്. നമ്മളെ പോലെ ഒരു ശരീരം ഉണ്ടായിരുന്നത് കൊണ്ട് നമ്മൾ ശരീരത്തിൽ അനുഭവിക്കുന്ന എല്ലാ വേദനകളും അവൻ രുചിച്ചറിഞ്ഞിരുന്നത് വഴി അതേ ദുഃഖത്തിൽ കൂടെ കടന്നു പോകുന്ന ഏത് വ്യക്തിയെയും ആശ്വസിപ്പിക്കുവാൻ അവന് കഴിയുമായിരുന്നു.